ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആളുകളുടെ പേര്, അഡ്രസ്സ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഔദ്യോഗികമായ ലിസ്റ്റാണ് വോട്ടർ പട്ടിക എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്ന 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ഈ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. ഈ ഒരു വോട്ടർ പട്ടിക എല്ലാ വർഷവും പുതുക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന് പറയുന്നത്. വളരെ സാധാരണമായ ഈ ഒരു കാര്യം ഇന്ന് ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. BJP ഗവൺമെന്റ് ഈ ഒരു ടൂളിനെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനെ മൈനോറിറ്റി വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത്. വളരെ സാധാരണമായി രാജ്യത്ത് നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്? ഈ ഒരു പ്രോസസ്സിന് പിന്നിലെ രാഷ്ട്രീയമായ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. സോ ലെറ്റ്സ് ബിഗിൻ. വോട്ടർമാരുടെ വീടുകളിൽ പോയി കൃത്യമായി വെരിഫിക്കേഷൻസ് നടത്തിക്കൊണ്ട് കൃത്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് SIR എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2002ലെയും 2025ലെയും വോട്ടർ പട്ടിക താരതമ്യം ചെയ്യും. ഇതിൽ 2002ൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് രേഖകളോ മറ്റോ സബ്മിറ്റ് ചെയ്യേണ്ടതായി വരുന്നില്ല. എന്നാൽ 2002ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതും അതിനുശേഷമുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ളതുമായ ആളുകൾക്ക് കൃത്യമായ ഐഡന്റിറ്റി പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന വിഷയത്തിലല്ല ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇതിനു വേണ്ടിയാണ് പ്രധാനമായും ഫോം 7 യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ ഫോം യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സ്ഥലം മാറിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ്. എന്നാൽ ഈ ഫോം 7മായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നടക്കുന്നതും. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ ടാർഗറ്റ് ചെയ്ത് വ്യാജമായ ഫോം 7 അപേക്ഷകൾ നൽകുന്നുണ്ട് എന്ന് വളരെ സീരിയസ് ആയ ആരോപണങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉയർന്നു വന്നിരുന്നു. സോ ഈ ഒരു ഫോം 7ഉം അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം നിലവിലെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയപരമായ പല ഗൂഢാലോചനകളും ആരോപണങ്ങളും കടന്നു വരുന്നത്. ഉദാഹരണത്തിന് ഭരണകക്ഷിയായ BJP അവർക്ക് തീരെ സ്വാധീനമില്ലാത്ത മൈനോറിറ്റി വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യാജ ഫോം 7 അപേക്ഷകൾ നൽകുന്നുണ്ട് എന്നതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. ബാംഗ്ലൂർ, കൊൽക്കത്ത പോലുള്ള സിറ്റികളിൽ ഒരു പ്രത്യേക ബൂത്തിൽ നിന്ന് മാത്രം ഒറ്റയടിക്ക് 100 കണക്കിന് ജെനുവിൻ വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള അപേക്ഷകൾ കൂട്ടത്തോടെ സബ്മിറ്റ് ചെയ്തത് വലിയ വിവാദമായിരുന്നു. വോട്ടർമാരുടെ വീട്ടു നമ്പറുകൾ തെറ്റിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ആൾതാമസം പോലും ഇല്ലാത്ത വീടുകളിൽ നിന്ന് പോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെയാണ് ഇവിടെ അവർ ഉപയോഗിക്കുന്നതെന്നാണ് ആരോപണങ്ങൾ വരുന്നത്. ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ജനാധിപത്യത്തിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എന്നാൽ ഈ ആരോപണങ്ങൾ മുഴുവനും തെളിവ് സഹിതം പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഈ ആരോപണങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശക്തമായ നടപടികളാണ് എടുക്കുന്നത്. SIR ഒരു കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് പ്രോസസ് ആണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഈ പറയുന്ന തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി വോട്ടർ പട്ടിക ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന നിർദ്ദേശവും ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത് മറ്റൊരു വലിയ വിവാദമായാണ് മാറിയത്. ശരിക്കും ഫോം 7 വഴി ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അപേക്ഷ ലഭിച്ചാൽ തന്നെ ആ ഒരു അപേക്ഷ ബൂത്ത് ലെവൽ ഓഫീസർ നേരിട്ട് പോയി ഈ അപേക്ഷയിലുള്ള വ്യക്തിയുടെ വീട് സന്ദർശിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ റിമൂവ് ചെയ്യുകയുള്ളൂ. പേര് നീക്കം ചെയ്യുന്നതിന് മുമ്പ് കമ്മീഷൻ ആ വ്യക്തിക്ക് നോട്ടീസ് അയക്കുകയും വേണം. ഇത് നിയമപരമായി നിർബന്ധമായ കാര്യമാണ്. മാത്രമല്ല, മാറ്റങ്ങൾ വരുത്തിയ ഡ്രാഫ്റ്റ് കോപ്പികൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനും വ്യാജമായ നീക്കം ചെയ്യാനുള്ള വല്ല കാര്യങ്ങളും അതിൽ കണ്ടെത്തുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോവാനും ഓപ്ഷനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണമില്ലായ്മയാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്.
പറയുന്നത്. കാരണം പൊതുവെ SIR പോലൊരു കാര്യം നടക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും വെറുതെ ഇരിക്കില്ല. കാരണം അവരുടെ നിലവിലെ വോട്ട് അല്ലെങ്കിൽ പുതിയ വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് SIR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും കരട് ലിസ്റ്റ് വളരെ കൃത്യമായി പരിശോധിച്ച് അതിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ ഏതെങ്കിലും നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും. മാത്രമല്ല അങ്ങനെ കണ്ടെത്തുന്ന പേരുകൾ ഫോം 6 വഴി തിരിച്ചെടുക്കാനുള്ള അപേക്ഷകളും നൽകും. SIRൽ രാഷ്ട്രീയപരമായ പക്ഷപാതം വന്നു എന്നുള്ള തരത്തിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കോടതികൾ ഈ വിഷയത്തിൽ ഇടപെടാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് ഒറ്റയടിക്ക് ഒരുപാട് ഫോം 7 അപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അവയുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കുറെ കൂടെ കർശനമാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ താല്പര്യങ്ങളും SIRമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ വോട്ടർ പട്ടിക ജെനുവിനായി മാറുന്നതും. സോ SIR എന്നത് വെറും ഒരു സാങ്കേതികമായ വോട്ടർ പട്ടിക പുതുക്കൽ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ നിറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും തിരുത്തേണ്ടതുമെല്ലാം നിങ്ങളുടെ പൗരാവകാശവും നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. സോ ഈ വർഷത്തെ SIR നിങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ചിരുന്നോ? അങ്ങനെയെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ കണ്ടെത്തിയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും തോട്ടുകളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.